നമസ്കാരം. പ്രധാന വാർത്തകൾ. എറണാകുളം വാരപ്പെട്ടിയിൽ നെൽകൃഷിയുടെ വിളവെടുപ്പ് കാലം. കോട്ടേപ്പാടത്തെ വിളവെടുപ്പ് 20 ഏക്കറിൽ. മരച്ചീനി കൃഷിയിൽ വിജയം നേടി അടിമാലിയിലെ സ്ത്രീകൾ. നട്ടുവളർത്തുന്നത് 2500 മരച്ചീനികൾ. കൃഷി ലാഭകരമെന്ന് കർഷകർ. പൂർത്തീകരിച്ച നിർമ്മാണങ്ങൾക്ക് ബില്ല് മാറി നൽകാതെ സർക്കാർ. ഇടുക്കിയിലെ കരാറുകാർ കടക്കിണിയിൽ. കാസർഗോഡ് സി കവായി പദ്ധതി നടപ്പായില്ല. ലക്ഷ്യമിട്ടത് വിനോദസഞ്ചാര വികസനം. വാർത്തയിലേക്ക് വിശദമായി. സർക്കാരിൽ നിന്ന് ബിൽ മാറിക്കിട്ടാത്തത് മൂലം കടുത്ത പ്രതിസന്ധിയിലാണ് ഇടുക്കിയിലെ കരാറുകാർ. 1 വർഷം മുൻപ് നൽകിയ ബില്ലുകളാണ് ഇനിയും മാറിക്കിട്ടാത്തത്. 1 വർഷമായി ഇടുക്കിയിലെ കരാറുകാർക്ക് പൂർത്തീകരിച്ച ജോലിയുടെ ബില്ലുകൾ മാറി പണം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. ജില്ലയിലെ വൻകിട നിർമ്മാണങ്ങളെല്ലാം പുറമേ നിന്നുള്ള കരാറുകാരാണ് ഏറ്റെടുക്കുന്നത്. ഒറ്റപ്പെട്ട ജോലികൾ ഏറ്റെടുത്തു ചെയ്യുന്ന തദ്ദേശീയരായ കരാറുകാർക്ക് പണം ലഭിക്കാതെ വരുന്നതോടെ ഇവരെല്ലാം വലിയ കടക്കണിയിലാണ്. മെറ്റീരിയൽസ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ചെയ്ത വർക്കുകളുടെ പൈസയും ഇതുവരെയായിട്ടും കഴിഞ്ഞ 9 മാസക്കാലമായി കിട്ടുന്നില്ല. ജനപ്രതിനിധികളെല്ലാം വർക്ക് ചെയ്യണം എന്നുള്ള നിലയ്ക്ക് എല്ലാ കോൺട്രാക്ടർമാരെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം പണം കിട്ടാത്തതിനാൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഗവൺമെന്റ് ഈ സാഹചര്യം മറികടക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. 1 വർഷം മുൻപ് പൂർത്തീകരിച്ച ജോലികളുടെ പണം ലഭിക്കാത്തതുമൂലം മറ്റു കരാറുകൾ ഏറ്റെടുക്കാൻ കഴിയാതെ തൊഴിൽ നിലച്ച സ്ഥിതിയാണെന്നും കരാറുകാർ പറയുന്നു. ജില്ലയിൽ മാത്രം 40 കോടിയിലധികം രൂപയാണ് കരാറുകാർക്ക് സർക്കാർ നൽകാനുള്ളത്. കരാർ തുക കൊടുത്തു തീർക്കാത്തതുമൂലം സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനോ പദ്ധതി വിഹിതം പൂർണ്ണമായി ചെലവഴിക്കാനോ കഴിയാത്ത സ്ഥിതിയാണ്. ന്യൂസ് 18 ഇടുക്കി. കാർഷിക കേരളം. ഹൈറേഞ്ചിൽ മരച്ചീനി കൃഷി നാമമാത്രമാകുമ്പോൾ അടിമാലിയിലെ ഒരു കൂട്ടം വനിതകൾ 1.5 പതിറ്റാണ്ടായി മരച്ചീനി കൃഷി ലാഭകരമായി നടത്തുകയാണ്. 2500 മരച്ചീനിയാണ് ഇവർ പരിപാലിക്കുന്നത്. അധ്വാനം ഫലം കാണുന്നതിൽ ഇവർ സന്തോഷത്തിലാണ്. അടിമാലി പഞ്ചായത്തിന്റെ പടിക്കപ്പിലെ പട്ടികവർഗ മേഖലയിലാണ് 3 വനിതകളുടെ നേതൃത്വത്തിൽ മരച്ചീനി കൃഷി നടത്തുന്നത്. കുടുംബശ്രീ പ്രവർത്തകരായ സിനി രാജഗോപാൽ, ഷിജി സുരേഷ്, ഷീബ മണിക്കുട്ടൻ എന്നിവരാണ് കൃഷിക്കാർ. 2500 ചുവട് മരച്ചീനിയാണ് ഇവർ ഓരോ വർഷവും നട്ടുവളർത്തുന്നത്. 15 വർഷമായി നടത്തിവരുന്ന കൃഷി ലാഭകരമാണെന്നും നല്ല വരുമാനം ലഭിക്കുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. കൃഷി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഞങ്ങൾ കോഴിവളം ഇറക്കി, കോഴിവളം ഇട്ട് നട്ടിട്ട് ഒരു 2-3 മാസം പ്രായമായി കഴിയുമ്പം ചാണകനീര് കോരി കപ്പയ്ക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് ഇടചെത്തി കാട് തെളിച്ച് അതിനെ വളരാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കും. അതനുസരിച്ച് കപ്പ വളരുന്നതനുസരിച്ച് ഞങ്ങളും വളരും. ഞങ്ങൾ വളരുന്നതനുസരിച്ച് കപ്പയും വളരും. അതുകൊണ്ട് ഞങ്ങൾക്കിത് നഷ്ടമാണെന്ന് തോന്നുന്നില്ല. പടിക്കപ്പ് ട്രൈബൽ സെറ്റിൽമെന്റിൽ മുൻപ് തരിശായി കിടന്ന സ്ഥലങ്ങൾ കൈവശക്കാരുമായി ചേർന്ന് കൃഷിയോഗ്യമാക്കിയാണ് ഇവർ മരച്ചീനി കൃഷി തുടങ്ങിയത്. നിരന്തരമുള്ള വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ സമീപത്ത് വേലികൾ തീർത്തിട്ടുണ്ട്. സ്ഥലം തെളിക്കുന്നതും മരച്ചീനി നടുന്നതും കള പറിക്കുന്നതുമെല്ലാം ഇവർ 3 പേർ മാത്രമാണ്. ഇടക്കാലത്ത് മറ്റ് നാണ്യവിളകൾക്ക് കാർഷിക മേഖല വഴിമാറുമ്പോഴും പരമ്പരാഗത കൃഷിയെ സ്നേഹിക്കുകയും അതുവഴി വരുമാനമുണ്ടാക്കാനുമാണ് ഇവരുടെ ശ്രമം. ന്യൂസ് 18 അടിമാലി. എറണാകുളം വാരപ്പെട്ടിയിൽ നെൽകൃഷിയുടെ വിളവെടുപ്പാണ്. കോട്ടേപ്പാടത്താണ് ഇപ്പോൾ ജൈവ കൃഷിയുടെ വിളവെടുപ്പ് നടക്കുന്നത്. വാരപ്പെട്ടി പഞ്ചായത്തിലെ മുഴുവൻ പാടശേഖരവും കൃഷിയോഗ്യമാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. കോട്ടേപ്പാടത്ത് 20 ഏക്കറിൽ നടത്തിയ നെൽകൃഷിയിൽ നല്ല വിളവ് കിട്ടി. ഇപ്പോൾ നെല്ല് കൊയ്ത്തിന് പാകമായി. കൃഷിയുടെ തുടക്കത്തിൽ പാടത്ത് വെള്ളം കയറി ചെറിയ നാശം സംഭവിച്ചെങ്കിലും
മാസങ്ങൾക്ക് ശേഷം നൂറുമേനി വിളവ് ലഭിച്ചതോടെ കർഷകർ ആഹ്ലാദത്തിലായി. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കൃഷി സ്ഥലങ്ങളും കൃഷി ചെയ്യുന്ന യോഗ്യത ആക്കുകയും അതോടൊപ്പം തന്നെ ഈ വർഷത്തേക്കാൾ ഇരട്ടി കൃഷി നെൽകൃഷി അടുത്ത വർഷം വിളവെടുക്കുന്ന തരത്തിലുള്ള സമഗ്ര നെൽകൃഷിക്കാണ് പഞ്ചായത്ത് തുടക്കമിട്ടിട്ടുള്ളത്. പഞ്ചായത്തിലെ തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി കൃഷി വ്യാപിപ്പിക്കാനാണ് കൃഷിവകുപ്പിന്റെ നീക്കം. നമ്മൾ ഈ വർഷം 21 ഹെക്ടറാണ് നെൽകൃഷി ചെയ്തത്. അടുത്ത വർഷം നമ്മുടെ പഞ്ചായത്തിൽ ധാരാളം തരിശായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതികളും അതുപോലെ കൃഷി വകുപ്പിന്റെ പദ്ധതികളും സംയോജിപ്പിച്ചുകൊണ്ട് മുഴുവൻ കർഷകരുടെയും പാടശേഖര സമിതിയുടെ സഹകരണത്തോടുകൂടി നമുക്ക് സാധ്യമായ എല്ലാ നെൽപ്പാടങ്ങളും അടുത്ത വർഷം കൃഷിയോഗ്യമാക്കുകയും അടുത്ത വർഷം ഈ സമയത്ത് വളരെ വിപുലമായ രീതിയിൽ ഒരു കൊയ്ത്തുത്സവം സംഘടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് കൃഷി ഓഫീസർ നിലയിലുള്ള എൻ്റെ ഒരു ആഗ്രഹം. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് നൂറുമേനി വിളയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കർഷകർ പറയുന്നു. പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും നിസ്സീമമായ സഹകരണം ഉള്ളതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഇന്നത്തെ കൊയ്ത്ത് ഉത്സവമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വാരപ്പെട്ടി. തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് 18 വേണ്ടി ഭാഗ്യലക്ഷ്മി. പാലക്കാട് പെരുമുടിയൂർ ഗ്രാമത്തിലേക്കും വിദ്യാലയങ്ങളിലേക്കുമുള്ള വഴി റെയിൽവേ അടയ്ക്കുന്ന സംഭവത്തിൽ മെട്രോമാൻ ഇ ശ്രീധരൻ സ്ഥലം സന്ദർശിച്ചു. റെയിൽവേയുടെ നടപടിക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. യാത്രാ സൗകര്യത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന് റെയിൽവേ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സാങ്കേതിക ഉപദേശങ്ങൾ നൽകുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. പെരുമുടിയൂർ സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളും പ്രദേശത്തെ ജനങ്ങളും റെയിൽ മുറിച്ചു കടന്നാണ് വർഷങ്ങളായി സഞ്ചരിക്കുന്നത്. ഈ വഴി അടയ്ക്കാനുള്ള റെയിൽവേ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട്. ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പടികൾ റെയിൽവേ പൊളിച്ചു. ഇതോടെ ജനങ്ങളുടെ സഞ്ചാരം ദുരിതത്തിലായി. ബദൽ മാർഗം കണ്ടെത്തുന്നതിനായി ജനപ്രതിനിധികൾ വിവിധ സാധ്യതകൾ തേടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മെട്രോമാൻ ഇ ശ്രീധരൻ സ്ഥലം സന്ദർശിച്ചത്. പ്രദേശത്തെ 2 സ്കൂളിലുമായി 2500ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവിടേക്കെത്തുന്ന ഭൂരിഭാഗം കുട്ടികളും റെയിൽ മുറിച്ചാണ് കടന്നെത്തുന്നത്. റെയിൽ മുറിച്ചു കടന്നുള്ള വിദ്യാർത്ഥികളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമാണെന്ന കാര്യം ബന്ധപ്പെട്ടവർ ഇ ശ്രീധരനെ ധരിപ്പിച്ചു. റെയിൽപാതയുടെ ഇരുവശങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. യാത്രാമാർഗത്തിനാവശ്യമായ സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിനായി റെയിൽവേ മേൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ശേഷം ആവശ്യമായ സാങ്കേതിക ഉപദേശങ്ങൾ നൽകുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. തദ്ദേശ സാരഥികളും നാട്ടുകാരും സ്കൂൾ അധികൃതരും സന്ദർശനത്തിൽ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. ആനകൾ കായൽ നീന്തിക്കയറുന്നത് കാണാൻ വിദേശികളടക്കം ആയിരങ്ങളെത്തി. കൊല്ലം പോഴുംതുരുത്ത് ദുർഗാദേവി ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ ഭാഗമായാണ് കായൽ നീന്തിക്കടന്ന ഗജവീരന്മാർ എത്തിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരം ഇന്നും നിലനിന്നു പോരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരദേവതയുടെ വിഗ്രഹവുമായി നാടുവിട്ട കുടുംബം മൺട്രോത്തുരുത്തിലെത്തിയെന്നും വിഗ്രഹം തലയിലേറ്റി കായൽ നീന്തിക്കടന്ന് പേഴും തുരുത്തിൽ എത്തിയെന്നുമാണ് വിശ്വാസം. ഇതിന്റെ സ്മരണയ്ക്കായാണ് ഉത്സവ ദിവസം ഗജവീരന്മാരെ കായൽ നീന്തിക്കടത്തുന്നത്. വിദേശികളടക്കം നിരവധി പേരാണ് ഇത് കാണുവാനായി എത്തുന്നത്. പണ്ട് ഇടിയക്കടവ് പാലം തൊട്ട് ഇറങ്ങി കായലിൽ കൂടെ ഇറങ്ങി കയറിയാണ്. അന്ന് അവിടെയും പാലമില്ലാത്ത സമയത്ത് 67-ലാണ് അവിടെ പാലം വരുന്നത്. അപ്പോൾ അതിനുശേഷം അന്ന് അവിടം തൊട്ട് ഇറങ്ങി കയറി ഈ കായലിൽ കൂടെ ഈ ചെറിയ തോടൊക്കെ കടന്നാണ് ഈ ആനകളെല്ലാം ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു വലിയ ഐതിഹ്യം. അതാണ് ഇപ്പോൾ കൊല്ലം പേഴുംതുരുത്ത് ദേവീക്ഷേത്രത്തിലെ മകരത്തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ. ഗജഘോഷയാത്രയും കെട്ടുകാഴ്ചകളും കായലിന് കുറുകെ നിർമ്മിച്ച ഇടച്ചാൽ പാലത്തിലൂടെ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം തന്ത്രി അഷ്ടമുടി ഇടമനമഠം ദേവിദാസൻ പണ്ടാരത്തിൽ, മേൽശാന്തി കിഴക്കേവിള അനിൽകുമാർ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ന്യൂസ് 18 കൊട്ടാരക്കര. ഗുരുവായൂരിൽ പാഞ്ചജന്യം ലോഡ്ജ് പ്രവർത്തനം തുടങ്ങി. കഴിഞ്ഞ മാർച്ചിൽ അറ്റകുറ്റപ്പണികൾക്കായി അടച്ച ലോഡ്ജ് 1.5 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്.
കുറഞ്ഞ ചെലവിൽ ഭക്തർക്ക് താമസം ഒരുക്കുന്നതാണ് തെക്കേ നടയിലെ പാഞ്ചജന്യം ലോഡ്ജ്. മാസങ്ങൾ നീണ്ട നവീകരണത്തിന് ശേഷമാണ് ലോഡ്ജ് തുറന്നുകൊടുക്കുന്നത്. 105 മുറികളാണ് പാഞ്ചജന്യത്തിലുള്ളത്. മൊത്തം 363 ബെഡുകളുണ്ട്. പുതിയ നിരക്കുകൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ തീരുമാനിക്കും. ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പാഞ്ചജന്യം റെസ്റ്റ് ഹൗസ് ഏകദേശം 10.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഭംഗിയായി പണി പൂർത്തീകരിച്ചതിൻ്റെ സമർപ്പണവും അതോടൊപ്പം തന്നെ നമ്മൾ വർഷങ്ങളായിട്ട് ക്ഷേത്രങ്ങളിൽ നൽകി വരുന്ന നമ്മുടെ സ്വകാര്യ ക്ഷേത്രങ്ങളിൽ നൽകി വരുന്ന ധനസഹായ വിതരണവുമാണ് നടക്കുന്നത്. കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ ജീർണാവസ്ഥയിലായ 243 ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായം മന്ത്രി വിതരണം ചെയ്തു. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായം പാലയിൽ വെച്ച് നൽകിയിരുന്നു. ഈ വർഷം നമ്മൾ 773 ക്ഷേത്രങ്ങൾക്കാണ് 5 കോടി രൂപ നൽകുന്നത്. അത് ഒന്നാം ഘട്ടം പാലയിൽ വെച്ച് നൽകി. അത് ഏകദേശം 252 ക്ഷേത്രങ്ങൾക്കാണ്. ഇന്ന് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള വിവിധ ജില്ലകളിൽ 541 ക്ഷേത്രങ്ങൾക്കാണ് ഇവിടെ ധനസഹായം വിതരണം ചെയ്യുന്നത്. കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളിൽ 4 എണ്ണത്തിനും സർക്കാർ ധനസഹായം നൽകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അത്തരത്തിൽ 543 കോടി രൂപ സർക്കാർ ദേവസ്വങ്ങൾക്ക് നൽകി കഴിഞ്ഞതായും മന്ത്രി രാധാകൃഷ്ണൻ വ്യക്തമാക്കി. നമ്മുടെ കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളുണ്ട്. ആ 5 ദേവസ്വം ബോർഡുകൾ ഒരേ ഒരു ദേവസ്വം ബോർഡ് മാത്രമാണ് ഇങ്ങനെ ജീർണിച്ച സ്വകാര്യ ക്ഷേത്രങ്ങളിലെയും ട്രസ്റ്റുകളിലെയും ഒക്കെ അഭിവൃദ്ധി നടത്തുന്ന ക്ഷേത്രങ്ങൾക്കും ധനസഹായം നൽകുന്ന ഒരേ ഒരു ദേവസ്വം ബോർഡ്. ന്യൂസ് 18 ഗുരുവായൂർ. കൽപ്പറ്റയിൽ നിന്ന് ന്യൂസ് 18 ടീമിനോടൊപ്പം ടി സിദ്ദിഖ്. കോന്നി അരുവാപ്പുലം പഞ്ചായത്തിലെ കൊക്കാത്തോട് വനാതിർത്തിയിൽ താമസിക്കുന്ന പ്രദേശവാസികളുടെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി അട്ടിമറിക്കപ്പെടുന്നതായി പരാതി. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്തു നിന്നും മാറി താമസിക്കാൻ പ്രദേശവാസികൾ സ്വയം തയ്യാറായിട്ടും ജനപ്രതിനിധികൾ തടസ്സം നിൽക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി. 200ഓളം കുടുംബങ്ങളാണ് സർക്കാരിന്റെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരം വന്യമൃഗശല്യം രൂക്ഷമായ അരുവാപ്പുലം പഞ്ചായത്തിലെ കോക്കാത്തോട് വനാതിർത്തിയിൽ നിന്നും മാറി താമസിക്കാൻ തയ്യാറായത്. ഇതിനുള്ള സമ്മതപത്രവും പ്രദേശവാസികൾ വനം വകുപ്പിന് കൈമാറിയെങ്കിലും പദ്ധതി ജനപ്രതിനിധികൾ അട്ടിമറിക്കുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. ഞങ്ങളുടെ വാർഡ് മെമ്പറാണ് ഏറ്റവും വിഷയമായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് ഞങ്ങൾ അവിടുന്ന് പോകുന്നതിൽ അതിയായ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കുന്ന ഈ പറയുന്ന മെമ്പറുണ്ടല്ലോ, കൂട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് അതിനകത്ത് ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് താമസിക്കും. ഞങ്ങൾ കുട്ടികളും ഭാര്യയും ഒക്കെ ആയിട്ട് ജീവിക്കുന്നിടത്ത് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കാട്ടുമൃഗശല്യം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷം. ഞങ്ങളുടെ കൃഷി മൊത്തം നശിപ്പിച്ച് ഒരു ജീവിതത്തിന് ഒരു ഇതുമില്ലാത്ത എഴുതാവര്. 10 സെന്റ് മുതൽ 1 ഏക്കർ വരെയുള്ളവർക്ക് 15 ലക്ഷം രൂപ നൽകിയാണ് വനം വകുപ്പ് ഒഴിപ്പിക്കുക. 1 ഏക്കർ വരെയുള്ളവർക്ക് സർക്കാർ നൽകുന്ന തുക പര്യാപ്തമാണെങ്കിലും കൂടുതൽ ഭൂമിയുള്ളവർ ഈ തുക അംഗീകരിക്കുന്നില്ല. കൂടുതൽ സ്ഥലമുള്ളവർ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരം ഒഴിഞ്ഞുമാറാൻ തയ്യാറാകുന്നില്ല. ഇതിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി പെരുമാറുന്നുവെന്നാണ് ആരോപണം. ആനശല്യം, കടുവയുടെയും പന്നി, കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തം നടക്കുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നില്ല. ഞങ്ങളുടെ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ ജോജു വർഗീസാണ് ഇത് സമ്മതിക്കാത്തത്. ഞങ്ങൾക്കത് കാരണം ഞങ്ങൾ പൊറുതിമുട്ടിയ അവസ്ഥയാണ്. സത്യം പറയാൻ ഞങ്ങൾ അവിടുത്തെ ആൾക്കാർ ആത്മഹത്യയുടെ വാക്കിലെത്തിയിരിക്കുന്നത്. സാറേ, ഞങ്ങൾക്ക് ബാങ്ക് കടങ്ങൾ, പൈസ എടുത്തിട്ട് ബാങ്കിൽ ഇപ്പോൾ കടങ്ങളായി നിൽക്കുക. ഞങ്ങൾക്ക് അത് വീട്ടാൻ പറ്റുന്നില്ല. കൃഷി എടുത്ത് ഞങ്ങൾക്ക് ആദായങ്ങൾ എടുത്ത് കടങ്ങൾ വീട്ടാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലായിരുന്നു. അരുവാപ്പുലം പഞ്ചായത്തിലെ അപ്പൂപ്പൻതോട്, നെല്ലിക്കാപ്പാറ, നീരാമക്കുളം, കാട്ടാത്തിപ്പാറ, വയക്കര, കമ്പകത്തുംപച്ച തുടങ്ങിയ സ്ഥലങ്ങളിലെ 200ഓളം അപേക്ഷകരാണ് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിക്കായി കാത്തിരിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. വിനോദസഞ്ചാരികളെ ലക്ഷ്യമാക്കി കാസർഗോഡ് കവായി കായലിൽ ജലഗതാഗത വകുപ്പ് വിഭാവനം ചെയ്ത സി കവായി പദ്ധതി നടപ്പായില്ല. വലിയ നഷ്ടത്തിൽ പോകുന്ന ജലഗതാഗത വകുപ്പിന്റെ IT മേഖലാ ഓഫീസ് ലാഭത്തിലാക്കാൻ വിനോദസഞ്ചാര മേഖല മാത്രമാണ് ഇനി മുമ്പിലുള്ള വഴി. പാലങ്ങൾ വന്ന് ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് IT കേന്ദ്രീകരിച്ചുള്ള ബോട്ട് സർവീസ്. നഷ്ടക്കണക്ക് പെരുകിയതോടെ പേരിന് ഒരു ബോട്ട് മാത്രമാണ് ഇവിടെ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. 1500 രൂപയ്ക്ക് ഡീസൽ അടിച്ച് 5 ജീവനക്കാരുമായി സർവീസ് ആരംഭിച്ചാൽ 35 രൂപ മുതൽ 350 രൂപ വരെയാണ് ഒരു ദിവസത്തെ വരുമാനം. സേവനമായതുകൊണ്ട് തന്നെ ബോട്ട് സർവീസ് പൂർണ്ണമായി അവസാനിപ്പിക്കാനും സാധിക്കില്ല.
ഈ സാഹചര്യത്തിലാണ് സീ കവായി എന്ന ആശയം ഉയർന്നുവന്നത്. കവായി കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിൽ വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക ബോട്ട് സർവീസ് ആരംഭിക്കാനായിരുന്നു പദ്ധതി. ഇതിനായി എം രാജഗോപാലൻ MLA അപ്പർ ഡെക്ക് സൗകര്യത്തോടു കൂടിയ ബോട്ടിനായി ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല. ഇവിടെ ഒട്ടനവധി ഹൗസ് ബോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ചെറിയ ഗ്രൂപ്പിനെല്ലാം വരുമ്പോൾ അവർക്ക് ഈ ഒരു നമ്മളെ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ, ഈ കായൽ സൗന്ദര്യം, അതുപോലെ തന്നെ കണ്ടൽക്കാടുകൾ, അതുപോലെ നമ്മൾ ഈ തെക്ക് ഭാഗത്തുള്ള ഈ ഏഴിമല പോലുള്ള നല്ല സൈറ്റുള്ള ഏരിയ ആണ് ഈ ഒരു ഏരിയ. അപ്പോൾ അത് വേണ്ടുവോളം ആസ്വദിക്കാൻ വേണ്ടി നമ്മളെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ തന്നെ ഒരു ഡബിൾ ഡെക്ക് ബോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സീ കവായി പദ്ധതി യാഥാർത്ഥ്യമായാൽ രാമന്തളി പാണ്ഡ്യാലക്കടവ് മുതൽ കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനൽ വരെ 50 രൂപയിൽ താഴെ നിരക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഹൗസ് ബോട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി ചുരുങ്ങിയ ചെലവിൽ വേറിട്ട യാത്രാനുഭവമാണ് ഇത്തരം ബോട്ടുകളിൽ നിന്ന് ലഭിക്കുന്നത്. അറബിക്കടലിന് സമാന്തരമായി 24 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന കവായി കായലിൽ ചെറുതും വലുതുമായ നിരവധി തുരുത്തുകളും ദ്വീപുകളുമുണ്ട്. ഇവ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ ചെലവിലുള്ള വിനോദസഞ്ചാര ഉപാധിയെ ഉപയോഗപ്പെടുത്താൻ പക്ഷെ ജലഗതാഗത വകുപ്പിന് സാധിക്കുന്നില്ല. ന്യൂസ് 18 വലിയപറമ്പ്. ജീവകാരുണ്യ പ്രവർത്തന ധനസമാഹരണത്തിനായി പാലക്കാട് പോക്കുംപടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 9 ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ്. കലാകായിക രംഗത്ത് സജീവമായ പോക്കുപടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ക്ലബ്ബ് നടത്തിവരുന്ന ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം ലക്ഷ്യമിട്ടാണ് മത്സരം നടത്തുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഫെബ്രുവരി 9 മുതലാണ് ടൂർണമെന്റ്. ഇതിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഗാലറിയുടെ കാൽനാട്ടൽ കർമ്മം മുഹമ്മദ് മോഹസിൻ MLA നിർവഹിച്ചു. പാസ്ക് പോക്കുപടിയുടെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള അതിന്റെ തുടക്കം, അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന്റെ ഔദ്യോഗികമായി സ്റ്റേഡിയം നിർമ്മാണം ആരംഭിക്കുന്നതാണ് ഇന്ന് തുടങ്ങുന്നത്. നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിന് ധനശേഖരണാർത്ഥമാണ് പ്രധാനമായും ഈ ഫുട്ബോൾ മേള നടക്കുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ 25ഓളം ടീമുകൾ മത്സരിക്കും. ന്യൂസ് 18 പട്ടാമ്പി. ന്യൂസ് 18 വേണ്ടി ജി ശ്രീജിത്തിനൊപ്പം മാണി സി കാപ്പൻ MLA. പട്ടാമ്പി BRC ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സഹായ ഉപകരണങ്ങൾ നൽകി. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. 54 കുട്ടികൾക്കാണ് ഉപകരണം നൽകിയത്. വീൽചെയർ, തെറാപ്പി മാറ്റ്, ഫോൾഡിംഗ് കമ്മോഡ് ചെയർ, ഫിസിയോതെറാപ്പി ബോൾ, സ്റ്റാൻഡിംഗ് ഫ്രെയിം തുടങ്ങിയവയാണ് നൽകിയത്. പട്ടാമ്പി ഞാങ്ങാട്ടിരിയിൽ ബദാം ചുവട് സമന്വയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ലൈബ്രറി സംഘടിപ്പിച്ച 1ാമത് രോഹിത് ജിജു സ്മാരക വൺഡേ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഡിമേറ്റ് പട്ടാമ്പി ജേതാക്കളായി NCC മുടവന്നൂർ റണ്ണേഴ്സ് അപ്പ് ട്രോഫി കരസ്ഥമാക്കി. ക്ലബ്ബ് രക്ഷാധികാരി ഉണ്ണികൃഷ്ണൻ തച്ചോത്ത് ട്രോഫികൾ സമ്മാനിച്ചു. വായനശാല സെക്രട്ടറി സരുൺ KP, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രഞ്ജിത്ത് R, ആനന്ദ് T, അഭിഷേക്, സുഭാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉദ്ഘാടനത്തിന് ശേഷം 6 മാസമായി പൂട്ടിക്കിടന്ന കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. എക്സ്റേ ടെക്നീഷ്യൻ നിയമനത്തിലെ സാങ്കേതിക പിഴവ് പരിഹരിച്ചതോടെയാണ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. 1/2 കോടിയോളം രൂപ മുടക്കിയാണ് എക്സ്റേ യൂണിറ്റ് നിർമ്മിച്ചത്. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം. അതിനുശേഷം യൂണിറ്റ് പ്രവർത്തിച്ചില്ല. ടെക്നീഷ്യൻ നിയമനത്തിലെ സാങ്കേതിക പിഴവാണ് യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് തടസ്സമായതെന്ന് പഞ്ചായത്ത് പറയുന്നു. ആദിവാസി മേഖലയിലുള്ളവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് 125 രൂപ നിരക്കിലും എക്സ്റേ എടുക്കാവുന്ന സൗകര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എക്സ്റേ യൂണിറ്റിന്റെ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ് നമ്മളിത് ഉദ്ഘാടനം ചെയ്യാൻ താമസിച്ചത്. കാരണം നമ്മുടെ ഇതിൻ്റെ പാരാമെഡിക്കൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് പാരാമെഡിക്കലിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ജോലി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ 3 ഇൻ്റർവ്യൂകൾ നടത്തി.
അതിനകത്ത് മൂന്നാമത്തെ ഇന്റർവ്യൂവിലാണ് ഒരാൾ അങ്ങനെ പാരാമെഡിക്കലിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളെ ഇതിന്റെ അപ്പോയിന്റ്മെന്റ് കൊടുക്കാനുള്ള ഒരാളെ നമുക്ക് കിട്ടിയത്. ഇത് വന്ന് അതിന്റെ ടെക്നീഷ്യന്മാർ, എക്സ്റേ യൂണിറ്റിന്റെ ടെക്നീഷ്യന്മാർ വന്ന് ബോംബെയിൽ നിന്ന് വേണമായിരുന്നു അവർ വരേണ്ടത്. വന്ന് അവർ ടെക്നീഷ്യൻ അതിന്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തുകയും അപ്പോൾ ചാലുവാക്കുകയും ചെയ്തു. ജില്ലയിൽ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില എക്സ്റേ യൂണിറ്റുകളിലൊന്നായി കുമളിയും മാറും. യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത് കാർഷിക ആദിവാസി മേഖലയ്ക്ക് ആശ്വാസമായി. ഇതിനു പുറമെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രം മെച്ചപ്പെടുത്തുന്ന നടപടികൾക്കും പഞ്ചായത്ത് തുടക്കമിട്ടു. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറത്ത് വെള്ളക്കെട്ടിൽ മുങ്ങിത്താഴ്ന്ന കുട്ടിയെ രക്ഷിച്ച 2 വിദ്യാർത്ഥികളെ ജില്ലാ കളക്ടർ ആദരിച്ചു. മുഹമ്മദ് അഫ്ലഹ്, VP മുഹമ്മദ് ജസീൽ എന്നിവരെയാണ് ആദരിച്ചത്. മുന്നിയൂർ നിബ്രാസ് ഹയർ സെക്കൻഡറി സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. ജില്ലാ പോലീസ് മേധാവിയുടെ അനുമോദനവും ഇവരെ തേടിയെത്തിയിരുന്നു. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലി വിളക്ക് റോഡ് നവീകരിക്കുന്നു. പ്രദേശവാസികളുടെ നിരന്തര ആവശ്യത്തിനൊടുവിലാണ് റോഡ് പുനർനിർമ്മാണം തുടങ്ങിയത്. മൂന്നാറിലെ ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലയിൽ ദിവസവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. ഈ മേഖലയിലേക്ക് ഗതാഗത യോഗ്യമായ റോഡില്ല. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള 3 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നെങ്കിലും 2 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. ഇതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സമരങ്ങൾ തുടർക്കഥയായതോടെ നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പവർ ഹൗസിൽ വെച്ച് ഒരു പ്രതിഷേധ ധർണ നടത്തിയിരുന്നു. ഈ ധർണ വിജയം കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. റോഡ് നിർമ്മാണം പുനരാരംഭിച്ചുവെന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. എത്രയും വേഗം തന്നെ ഈ ഒരു റോഡ് സഞ്ചാരയോഗ്യമാക്കി ഞങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ദുരിതയാത്ര അവസാനിപ്പിക്കാനായിട്ട് വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും വേഗം അത് പൂർത്തീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തമിഴ്നാട്ടിൽ നിന്നും നിർമ്മാണ വസ്തുക്കൾ എത്തിക്കുന്നതിനായുള്ള പാസ് ലഭിക്കാത്തതും സ്വകാര്യ കമ്പനിയിൽ നിന്നും റോഡിന് വീതി കിട്ടുവാൻ സ്ഥലം വിട്ടുകിട്ടാൻ കാലതാമസം നേരിട്ടതും പ്രതികൂല കാലാവസ്ഥയുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുവാൻ കാരണമെന്ന് കരാറുകാർ പറഞ്ഞു. 2 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നും ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അറിയിച്ചു. ചിന്നക്കനാൽ പവർ ഹൗസ് മുതൽ ചിന്നക്കനാൽ ജംഗ്ഷൻ വരെയുള്ള പോർഷനിൽ ടാറ്റ ടീ പ്ലാന്റേഷൻ്റെ കീഴിലാണ് അതിൻ്റെ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ റോഡ് വീതി കൂട്ടുന്നതിന് ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് സർവേ നടത്തി അത് പൂർത്തീകരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജോലി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ 1.5 കിലോമീറ്ററിലെ പവർ ഹൗസ് മുതൽ ചിന്നക്കനാൽ വരെയുള്ള പോർഷനിൽ എർത്ത് വർക്ക് വൈഡനിങ് ജോലികൾ കഴിയാനുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ടാറിംഗ് ജോലികളൊക്കെ പൂർത്തീകരിക്കുന്നതാണ്. റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. കൊച്ചി ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം സംഘടിപ്പിക്കുന്ന ഫോട്ടോ പ്രദർശനം ആരംഭിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കാമനോവിച്ച് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷക്കാലം ക്യാമറ കണ്ട അസുലഭമായ കാഴ്ചകളാണ് ചിത്രങ്ങളായി നിറയുന്നത്. സാധാരണ ഒരു ചിത്രത്തിനപ്പുറം ഒരു വാർത്താ ചിത്രം എന്തെല്ലാം പറയുന്നുണ്ടെന്ന് കാഴ്ചക്കാരനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഓരോ ചിത്രവും. എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കമനോവിച്ച് ഉദ്ഘാടനം ചെയ്തു. The picture tells 1,000 words, and when you see that in today's let's say world, anybody can take a picture, anybody can take a photo, but not everybody can take a photo that will tell those 1,000 words. മുതിർന്ന ഫോട്ടോഗ്രാഫറായ VS ഷൈൻ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരം കൈവിടർത്തുന്ന കാലമെന്ന പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കൊച്ചിയിലെ വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന 33 ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ 66 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ന്യൂസ് 18 കൊച്ചി. പോലീസിന്റെ മർദ്ദന വിവരം മജിസ്ട്രേറ്റിന് മുൻപിൽ പറഞ്ഞതിന് ജയിൽ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. വെള്ളട സ്വദേശി സജിൻ ദാസിനാണ് മർദ്ദനമേറ്റത്. ശ്വാസതടസ്സമുള്ള സജിൻ ദാസിനെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2012 സജിൻ പ്ലാമൂട്ട് കടയിൽ പ്രവർത്തിക്കുന്ന ആപ്കോസ് എന്ന സൊസൈറ്റിയിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ ചിട്ടിയെടുക്കുകയും ചിട്ടിത്തുകയായി 75,000 രൂപ കൈപ്പറ്റുകയും ചെയ്തു. മാസം തോറും തവണ മുടങ്ങാതെ അടച്ചുവെങ്കിലും കോവിഡ് കാലത്ത് 2 വർഷം തവണയിൽ മുടക്കം വന്നു. കോവിഡ് കഴിഞ്ഞതോടെ വീണ്ടും പണമടച്ചു തുടങ്ങി. ഇനിയും 28,000 രൂപ അടച്ചു തീർക്കാനുള്ളതായും സൊസൈറ്റിയോട് സാവകാശം ചോദിച്ചിരുന്നതായും സജിൻ പറയുന്നു.
ഇത് വകവയ്ക്കാതെ 19-ന് വെള്ളറട പോലീസുമായി ബാങ്ക് അധികൃതർ ജപ്തിക്കായെത്തി. വീടിനുള്ളിൽ കയറി സാധന സാമഗ്രികളെടുത്ത് ലോറിയിൽ കയറ്റി വാഹനം മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ സജിൻ തടഞ്ഞു. തുടർന്ന് വാക്കേറ്റമായതോടെ സജിനെ വെള്ളറടയിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. വാഹനത്തിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതായി സജിൻ പറയുന്നു. നമ്മുടെ പണ്ട് ഒരു ചിട്ടി എടുത്തിട്ടുണ്ടായിരുന്നു, 2012 ഒരു ചിട്ടി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ആപ്കോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. അപ്പോൾ ഈ ചിട്ടി മുടക്കമായി അതിൽ 28,000 രൂപ നമ്മൾ അടയ്ക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ജപ്തിക്ക് വന്നതെന്ന് പറയും. സ്വാഭാവികമായിട്ട് അവിടെ ആൾക്കാർ കൂടി, പോലീസ് നിൽക്കുന്ന കാരണം ആൾക്കാർ കൂടി. എന്ത് കാര്യം എന്നറിയത്തില്ല. അപ്പം ചോദിച്ചപ്പം ലേഡി തന്നെ പറഞ്ഞ് ജപ്തി നടപടിയായിട്ട് വന്നതെന്ന് പറയും. അപ്പോഴേക്കും പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവരൊരു ഗുഡ്സ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ പറക്കിയെടുത്തു. ആ പോലീസുകാർ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരു വണ്ടി വേണമെങ്കിൽ വണ്ടി എടുക്കുമെന്ന് പറയും. അത് ഫുള്ളും വീഡിയോയിലുണ്ട്. അപ്പോൾ താക്കോൽ ഊരിയപ്പോൾ ഞാൻ പറഞ്ഞത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. എടുക്കുകയാണെങ്കിൽ അത് കേസിൻ്റെ രീതിയിൽ പോകുമെന്ന് പറയും. അത് വേറെ ആളുടെ പേരിലിരിക്കുന്ന വണ്ടിയാണ്, എൻ്റെ പേരിലുള്ള ഒരു സാധനം ഇവിടെ ഇല്ലയെന്ന് പറയും. അപ്പോൾ അവർ ഇപ്പം തന്നെ കാണിച്ചു തരാമെന്ന് പറയും. പിന്നെ സംസാരങ്ങൾ ഒത്തിരി രൂക്ഷമായപ്പോൾ പുള്ളിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. പോലീസുകാർ വന്നപ്പോൾ ഇടിച്ച് ഷട്ടെല്ലാം വലിച്ചു കയറി. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയന് വന്നു, പുള്ളിയെ എടുത്ത് ജീപ്പിനകത്ത് കയറ്റി. പിറ്റേ ദിവസം സജിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോലീസ് മർദ്ദനത്തിനിരയായ കാര്യം സജിൻ കോടതിയിൽ ജഡ്ജിക്ക് മുന്നിൽ മൊഴി നൽകിയിരുന്നു. ഈ കാരണത്താൽ ജയിലിലെത്തിയ ശേഷം 3 വാർഡന്മാർ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. മാപ്പ് ചോദിക്കാൻ പറഞ്ഞാണ് ക്യാമറയില്ലാത്ത മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചതെന്ന് സജിൻ പറയുന്നു. കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയ സജിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനാൽ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രി, DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനാണ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ KV ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. ഈ പരിപാടി